ഹലോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിൽ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയുന്നു. കാരണം ഞാൻ ഒത്തിരി മെസ്സേജുകൾ കണ്ടിരുന്നു. എനിക്ക് ആർക്കും തന്നെ റിപ്ലൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു ചെറിയൊരു അസുഖം ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായി. ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടി കേട്ടോ. പക്ഷേ നിങ്ങൾക്കുള്ള ആൻസറുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഒത്തിരി പേര് ചോദിച്ചതിനുള്ള ആൻസറുകളുമായിട്ട് ഞാൻ വന്നിരുന്നു. കാരണം ഒരു രോഗമായതുകൊണ്ടാട്ടോ എനിക്ക് ആർക്കും റിപ്ലൈ ഒന്നും തരാൻ പറ്റാതിരുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറേ പേര് വേക്കൻസീൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തായാലും ഈ വീഡിയോയിൽ മൊത്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വീഡിയോയിലും ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഇവിടെയുള്ള വേക്കൻസീനെ കുറിച്ചാട്ടോ പറഞ്ഞത്. പക്ഷേ പ്രോപ്പറായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടത്. അവരൊക്കെ വരാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലിക്ക് അതായത് ഒരു 30,000 വരുമാനം, അതായത് ഒരു വർഷത്തിൽ ഫാമിലിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത്രയും വരുമാനമുള്ളവർക്ക് ഒരു വർഷത്തിലെ വരുമാനം അനുസരിച്ച് 30,000-ന് മുകളിലാണെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റും. അതിന് മുകളിൽ അതിനേക്കാൾ നല്ല വരുമാനമുള്ളവർക്ക് 1-2 പേര്, അത് വരുമാനത്തിനനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒത്തിരി മലയാളീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ അല്ലാണ്ട് ഇൻഫോ ജോബ്സ് വഴിയൊക്കെ അതായത് വെബ്സൈറ്റ് മുഖാന്തരം വരുന്ന ഒത്തിരി, അതായത് കുറച്ചുകൂടി ഉയർന്ന ജോബുള്ള ആൾക്കാർ അങ്ങനെ വരുന്ന ഒത്തിരി പേരുണ്ട്. അതല്ലാണ്ട് സാധാരണക്കാർക്കായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഒത്തിരി പേര് ഇവിടെ വരുന്നത് എല്ലാവർക്കും നമ്മുടെ കോൺഫിഡൻസ് പോലെ നമുക്ക് വിസിറ്റിംഗ് എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് അടുത്തുള്ള, അതായത് യൂറോപ്പിൽ ഡയറക്റ്റ് ഇറ്റലിയിലേക്ക് വരാൻ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ പോളണ്ട്, ഫ്രാൻസ് അതുപോലെ അടുത്തുള്ള ഇവിടെ രാജ്യങ്ങളിലേക്ക് വന്നിട്ട് അവിടുന്ന് നമ്മൾ ട്രെയിനോ ബസ് മാർഗം ഇറ്റലിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഇവിടെ വന്നിട്ട് ജോബ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിൻ്റെ ബാക്കി എങ്ങനെയാണ്